വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 1, തിരുവചനങ്ങൾ 1 മുതൽ 3 വരെ. ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിനു വേണ്ടി ദൈവം യേശുക്രിസ്തുവിന് നൽകിയ വെളിപാട്. അവൻ തൻ്റെ ദൂതനെ അയച്ച് ദാസനായ യോഹന്നാന് ഇത് വെളിപ്പെടുത്തി. അവൻ ദൈവത്തിൻ്റെ വചനത്തിനും യേശുക്രിസ്തുവിൻ്റെ വെളിപാടിനും താൻ കണ്ട സകലതിനും സാക്ഷ്യം നൽകി. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവനും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വെളിപാട് പുസ്തകം വിശദമായി നമ്മൾ പഠിക്കാൻ ആരംഭിക്കുകയാണ്. ഇന്ന് ഈ പുസ്തകത്തിൻ്റെ ആമുഖമാണ് നമ്മൾ പഠന വിഷയമാക്കുന്നത്. ഇപ്പോൾ വായിച്ചു കേട്ട 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭം എന്നാണ് POC ബൈബിൾ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊരു ആമുഖത്തിൻ്റെ ആദ്യ ഭാഗമാണ്. ഇവിടെ പുസ്തകത്തെക്കുറിച്ച് വളരെ വിശദമായ ചില കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. പുസ്തകം തുടങ്ങുന്ന ആദ്യത്തെ വാക്ക് വെളിപാട് എന്നതാണ്. മലയാള ഭാഷയുടെ പ്രത്യേകത കാരണം ആ വാക്ക് ആദ്യം വെക്കാനായിട്ട് സാധിക്കുകയില്ല. ദ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്യുക. ആദ്യത്തെ വാക്ക് വെളിപാടാണ്. എന്താണ് വെളിപാട് എന്നതുകൊണ്ട് അർത്ഥമാവുക? അപ്പോകലിപ്സിസ് എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ വിശദമായി പഠിക്കാൻ ശ്രമിച്ചതാണ്. സാധാരണ ബുദ്ധിക്ക് മനുഷ്യന് അജ്ഞാതമായ എന്തെങ്കിലും കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിനെയാണ് ഇവിടെ വെളിപാട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ഏതെങ്കിലും ഭൗതിക രഹസ്യങ്ങളെക്കുറിച്ചല്ല, മനുഷ്യനെ രക്ഷയെ സംബന്ധിക്കുന്ന ആത്യന്തികമായ സത്യങ്ങളെ സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലാണ്. അപ്പോൾ ദൈവം വെളിപ്പെടുത്തിയില്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ ദൈവം തന്നെ ഇവിടെ വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഈ പുസ്തകം മുഴുവനും ഒരു വെളിപാടായിട്ട് കണക്കാക്കണം. ഈ പുസ്തകത്തിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ മനുഷ്യരക്ഷയെ സംബന്ധിച്ച ദൈവത്തിൻ്റെ പദ്ധതിയുടെ വെളിപ്പെടുത്തലാണ്. അവിടെ ദൈവമുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുണ്ട്. അവിടെ മനുഷ്യനുണ്ട്, മനുഷ്യൻ്റെ ലക്ഷ്യമുണ്ട്, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. ഇവയെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വിലയിരുത്തലുകളുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതി. അപ്പോൾ ഈ പുസ്തകം മുഴുവനും വെളിപാട് ആയി കാണണം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വെളിപാടാണ് എന്ന് പ്രത്യേകമായും പറയുന്നുണ്ട്. ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവ എന്നത് വാസ്തവത്തിൽ ഒരു കൃത്യമായ തർജ്ജമയാണെന്ന് പറയാൻ സാധിക്കുകയില്ല. ഇവിടെ ഗ്രീക്ക് മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് സംഭവിക്കേണ്ടവയെ എന്നാണ്. ദാറ്റ് മസ്റ്റ് ഹാപ്പൻ. സംഭവിക്കാനിരിക്കുന്നവയും സംഭവിക്കേണ്ടവയും തമ്മിൽ വ്യത്യാസമുണ്ട്. സംഭവിക്കാനിരിക്കുന്നവ സംഭവിക്കേണ്ടവ തന്നെയാണ്. സംഭവിക്കേണ്ടവ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് സംഭവിക്കുന്നവ എന്നാണ് അർത്ഥം. ആസന്ന ഭാവിയിൽ സംഭവിക്കേണ്ടവയെ, ദ തിങ്സ് ദാറ്റ് മസ്റ്റ് ഹാപ്പൻ. സംഭവിക്കുക അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്, ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ദൈവമാണ് ഇതിന് കാരണമായി തീരുന്നത്, ദൈവം നിശ്ചയിച്ചതാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെല്ലാം ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്നും ദൈവം അനുവദിച്ചിട്ടും അംഗീകരിച്ചിട്ടും മാത്രമാണ് സംഭവിക്കുന്നത് എന്നും എടുത്തു പറയുകയാണ്. അപ്പോഴേ ആ സംഭവിക്കേണ്ടവയെ, ഇപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ, രക്ഷാകര പദ്ധതിയിൽ സംഭവിക്കേണ്ടവയെ ആണ് വെളിപ്പെടുത്തി കൊടുക്കുക. ഇനിയും സംഭവിച്ചിട്ടില്ല, സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അത് എപ്പോഴാണ് സംഭവിക്കുക? ആസന്ന ഭാവിയിൽ. ഇപ്പോൾ ഇവിടെ അടുത്തെത്തിയിരിക്കുന്നു, സംഭവിക്കേണ്ടവയെല്ലാം അടുത്തെത്തിയിരിക്കുന്നു എന്ന ഒരു സൂചന ഇവിടെ കൊടുക്കുകയാണ്. നമ്മൾ ഓർക്കണം, 2000 വർഷം മുമ്പാണ് ഇത് എഴുതപ്പെട്ടത്. AD 95 കാലഘട്ടത്തിൽ. 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ വായിക്കുന്നു ആസന്ന ഭാവിയിൽ സംഭവിക്കേണ്ടവ. എന്താണ് ഈ ആസന്ന ഭാവി? എപ്പോഴാണ് ഈ ആസന്ന ഭാവി? അതെപ്പോഴെങ്കിലും ആസന്നമാകുമോ, എപ്പോഴും വരുമോ എന്ന ചോദ്യം കൂടി ഉണ്ടായേക്കാം. ഇത് യേശുവിൻ്റെ പ്രസംഗത്തിന് തുടക്കം പോലെയാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങൾ കാണും. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആസന്നമായി. ഇപ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശുവിൻ്റെ വരവോടുകൂടി ദൈവരാജ്യം ഇതാ പടിവാതിൽക്കലായിരിക്കുന്നു, വാതിൽ തുറന്നാൽ അകത്ത് പ്രവേശിക്കും. ഇരുട്ടായി ഇരിക്കുന്ന വ്യക്തിയോട് പറയുക, ഇതാ സൂര്യൻ ഉദിച്ചു, ജനൽ തുറക്കൂ, വാതിൽ തുറക്കുക. തുറന്നു കഴിയുമ്പോൾ പ്രകാശം അകത്തേക്ക് കടന്നു വരും എന്ന് പറഞ്ഞതുപോലെയാണ് സംഭവിക്കാനിരിക്കുന്നവ ഇവിടെ സംഭവിക്കും, ഇപ്പോൾ സംഭവിക്കും. എപ്പോഴാണ് വാതിൽ തുറക്കുന്നത്? പക്ഷേ അത് ഒരു ലോക ചരിത്രവുമായി നമ്മൾ സാധാരണ ക്രോണോളജിക്കലായിട്ട് മനസ്സിലാക്കാനും സാധ്യമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ കാഴ്ചപ്പാട്, ദൈവത്തിൻ്റെ മേഖലയിൽ എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ദൈവരാജ്യം യാഥാർത്ഥ്യമായി കഴിഞ്ഞു. അത് ഈ ഭൂമിയിൽ കാലക്രമത്തിൽ സാവകാശം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആസന്ന ഭാവിയിൽ ഉടനെ സംഭവിക്കേണ്ടവയെ കുറിച്ചുള്ള വെളിപാടാണ്. എങ്ങനെയാണ് ഈ വെളിപാട് നൽകുക?
ആസന്നഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ തൻ്റെ ദാസർക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം യേശു ക്രിസ്തുവിന് നൽകിയ വെളിപാട്. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കണം, ഈ വെളിപാട് ആർക്കാണ് കിട്ടുക? ദാസന്മാർക്കാണ്. ആരുടെ ദാസന്മാർ? ദൈവത്തിൻ്റെ ദാസന്മാർ, യേശുവിൻ്റെ ദാസന്മാർ. പൗലോസ് തന്നെക്കുറിച്ച് തന്നെ വിശേഷിപ്പിക്കുന്നത് പൗലോസ് ദൂലോസ് യേശു ക്രിസ്തു. പൗലോസ് യേശു ക്രിസ്തുവിൻ്റെ ദാസനായ പൗലോസ് എന്നാണ്. യേശു ക്രിസ്തുവിൻ്റെ ദാസൻ എന്ന പദം കൂടി ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഒരു അടിമ എന്ന രീതിയിലല്ല കാണുക. ദാസൻ പുത്രനുമാണ്. എല്ലാറ്റിനും അവകാശിയായി തീരാവുന്നവനാണ്. അവനുമായുള്ള തൻ്റെ ദാസന്മാർ യേശു ക്രിസ്തു പറയുകയുണ്ടായി, ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. അപ്പോഴും ദാസനും സ്നേഹിതനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദാസൻ യജമാനൻ്റെ ഹിതം അറിയുന്നില്ല, പക്ഷേ ഇവിടെ യജമാനൻ്റെ ഹിതം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ദാസൻ്റെ പ്രത്യേകത, ദാസന് സ്വന്തമായിട്ടൊന്നുമില്ല, എല്ലാം യജമാനൻ്റെതാണ്. പക്ഷേ എല്ലാം യജമാനൻ്റെതായ ദാസനെ ഈ യജമാനാണ് സംരക്ഷിക്കുക. യജമാനൻ്റെ ബഹുമാനത്തിൽ ദാസനും പങ്കുചേരുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ദാസനാണ് ഞാനെന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്ന പൗലോസിനെ പോലെ ഒരു വ്യക്തിയാണ് ഈ യോഹന്നാൻ. അപ്പോൾ എല്ലാവരും യേശുവിൽ വിശ്വസിക്കുന്ന, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന എല്ലാവരും അവരുടെ ദാസന്മാരാണ്, അതേസമയം സ്വതന്ത്രരുമാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ദാസന്മാർ ദൈവത്തിൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവമാണ് ഈ വെളിപാടിൻ്റെ ഉറവിടമെന്ന് പറയുന്നു. ദൈവം യേശു ക്രിസ്തുവിന് നൽകിയ വെളിപാട്. ഇപ്പോൾ വെളിപ്പെടുത്തലിൻ്റെ ഒരു രൂപം കാണും. എല്ലാറ്റിൻ്റെയും ഉറവിടം, ജീവൻ്റെയും രക്ഷയുടെയും എല്ലാറ്റിൻ്റെയും ഉറവിടം, വെളിപാടിൻ്റെ ഉറവിടം പിതാവായ ദൈവമാണ്. ആ പിതാവായ ദൈവം യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്ക് വെളിപ്പെടുത്തുക. യേശു ക്രിസ്തുവിനെ വചനം എന്ന് പറയും. വചനം എന്നാൽ സ്വയം വെളിപ്പെടുത്തുന്ന മാധ്യമം എന്നാണല്ലോ അർത്ഥം. ദൈവത്തിൻ്റെ വചനമാണ് യേശു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തലാണ് യേശു. യേശുവിലൂടെ ആണ് ദൈവം സ്വയം വെളിപ്പെടുത്തുക. ദൈവത്തെ ആരും കണ്ടിട്ടില്ല. പിതാവിനോടുകൂടെ ഏകസത്യമായിരിക്കുന്ന പിതാവിനോട് ആത്മബന്ധം, ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ വചനമാണ് വെളിപ്പെടുത്തി തരിക. അപ്പോൾ യേശു ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തുകയാണ്. ഉറവിടം ദൈവമാണ്, യേശുവിലൂടെയാണ് വെളിപ്പാട് നൽകുന്നത്. ആ വെളിപാട് കിട്ടുന്നത് ദാസന്മാർക്കുമാണ്. അപ്പോൾ ആദ്യ വാക്യം ഇങ്ങനെയാണ് പറയുക: ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം യേശു ക്രിസ്തുവിന് നൽകിയ വെളിപാട്. അപ്പോൾ വെളിപ്പെടുത്തലാണ് ഇതിൻ്റെ ലക്ഷ്യം. മനുഷ്യരക്ഷയെ സംബന്ധിക്കുന്ന കാര്യമാണ് പ്രമേയം. അത് ദൈവമാണ് വെളിപ്പെടുത്തുന്നത് യേശു ക്രിസ്തുവിലൂടെ. പക്ഷേ യേശു ക്രിസ്തു നേരിട്ട് വെളിപ്പെടുത്തു എന്നല്ല പറയുക. ഇവിടെ അവൻ തൻ്റെ ദൂതനെ അയച്ച് ദാസനായ യോഹന്നാന് വെളിപ്പെടുത്തി. ഇവിടെ പിതാവ് ആയ ദൈവം, യേശു ക്രിസ്തുവിൻ്റെ ദൂതൻ നൽകുന്ന യോഹന്നാൻ ദാസൻ. അപ്പോൾ യോഹന്നാൻ ആയ ശിഷ്യന്, യേശുവിൻ്റെ ദാസന് ദൈവത്തിൽ നിന്ന് യേശു ക്രിസ്തുവിലൂടെ ദൂതൻ വഴി ലഭിച്ച വെളിപാടാണ്. വെളിപാട് സാഹിത്യത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് പഠിച്ചപ്പോൾ ഞാൻ പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി. അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ദൂതന്മാർ വഴി വെളിപ്പെടുത്തൽ നൽകുക. ദൂതൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സന്ദേശവാഹകൻ എന്നാണ്. അപ്പോൾ വെളിപാട് പുസ്തകത്തിൽ ഇപ്രകാരമുള്ള ധാരാളം ദൂതന്മാരെക്കുറിച്ച് പരാമർശം കാണും. അത് ആ ഒരു സാഹിത്യ രൂപത്തിൻ്റെ സവിശേഷതയുമാണ്. അപ്പോൾ യേശു ക്രിസ്തു ഇപ്പോൾ സ്വർഗത്തിലാണ്, പിതാവിനോടൊന്നിച്ചാണ്. പിതാവിനോടൊന്നിച്ചായിരിക്കുന്ന യേശു ക്രിസ്തു ദൂതൻ വഴി ആണ് വെളിപാട് നൽകുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും അടുത്ത ഒന്നാമത്തെ ഭാഗത്തേക്ക് വരുമ്പോഴേക്കും യേശു തന്നെയാണ് വെളിപ്പെടുത്തൽ നൽകുന്നത് നമുക്കറിയാം. അപ്പോൾ ഇതൊരു പ്രത്യേക സാഹിത്യ രൂപത്തിൻ്റെ ഭാഗമാണ്. ദൂതൻ വഴി അറിയിച്ചു എന്ന് പറഞ്ഞാലും ശബ്ദം കേൾക്കാനായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് മനുഷ്യപുത്രനെയാണ്. അപ്പോൾ മനുഷ്യപുത്രൻ നേരിട്ട് യോഹന്നാന് സന്ദേശം നൽകുന്നതായിട്ടും കാണും. ഇപ്പോഴേ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന വെളിപാട്, യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന വെളിപാട് അപ്പസ്തോലന്മാർക്കാണ് ലഭിക്കുക. ആ അപ്പസ്തോലന്മാർ എഴുതി കൈമാറി കിട്ടിയവയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വെളിപാട്. അപ്പോൾ വെളിപാടിൻ്റെ ഒരു നാൾ വഴി ഇവിടെ കാണും. ദൈവം, യേശു ക്രിസ്തു, ദൂതൻ, അപ്പസ്തോലൻ, സമൂഹം. അപ്പോൾ നമ്മൾ ഇന്ന് നേരിട്ട് ദൈവത്തിലേക്ക് കടന്നു വരുന്നില്ല. ദൈവത്തിലേക്ക് വരുന്നത് സഭ വഴിയാണ്, സഭാ സമൂഹം വഴിയാണ്, അപ്പസ്തോലന്മാർ വഴിയാണ്. അപ്പസ്തോലിക വിശ്വാസമാണ് ഒരു ക്രൈസ്തവൻ വിശ്വാസമായിട്ട് ഏറ്റുപറയുക. യേശു ക്രിസ്തുവിനെക്കുറിച്ച് അറിയുന്ന അപ്പസ്തോലന്മാർ വഴിയാണ്. അപ്പസ്തോലന്മാരിലൂടെയാണ് യേശു സഭ സ്ഥാപിച്ചത്. അവരിലൂടെയാണ് സഭയെ നയിക്കുന്നത്, സഭയെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യ വാക്യത്തിൽ തന്നെ പറഞ്ഞു വയ്ക്കുന്നു, വെളിപാട് സ്വീകരിക്കുന്നത് സഭയിലാണ്. സഭയിൽ അപ്പസ്തോലിക അധികാരത്തിലൂടെയാണ്, അപ്പസ്തോലന്മാർ വഴിയാണ് യേശു ക്രിസ്തുവിലേക്ക് നമ്മൾ കടന്നു വരിക. യേശു ക്രിസ്തുവിലൂടെ പിതാവിലേക്ക് കടന്നു ചെല്ലുന്നു. അപ്പോൾ വെളിപാടിൻ്റെ ഒരു നാൾ വഴി ഇവിടെ ആദ്യത്തെ വാക്യത്തിൽ പറഞ്ഞു വയ്ക്കുകയാണ്, ദൂതൻ വഴി. ഇനി രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ ദൈവവചനത്തിനും യേശു ക്രിസ്തുവിൻ്റെ വെളിപാടിനും താൻ കണ്ട സകലതിനും സാക്ഷ്യം നൽകി. വെളിപാട് എന്ന സാഹിത്യരൂപത്തെക്കുറിച്ച് സൂചിപ്പിച്ചതുപോലെ രണ്ടാമത്തെ പദമാണ് ഇവിടെ സാക്ഷ്യം, മർത്തീരിയ എന്ന് പറയും. യോഹന്നാനാണ് സാക്ഷ്യം നൽകുന്നത്. യോഹന്നാൻ്റെ സാക്ഷ്യമാണ്. അവൻ കണ്ടതിൻ്റെ എല്ലാം. എന്തിനാണ് സാക്ഷ്യം നൽകുന്നത്?
അവൻ ദൈവവചനത്തിന് സാക്ഷി നൽകുന്നു, യേശു ക്രിസ്തുവിൻ്റെ വെളിപാടിന് സാക്ഷി നൽകുന്നു, താൻ കണ്ട സകലതിനും സാക്ഷി നൽകുന്നു. അപ്പോൾ ദൈവവചനവും യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി താൻ കണ്ട സകലതിനും എന്നാണ് ഇവിടെ അർത്ഥം. ഇവിടെ ദൈവവചനമാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ദൈവവചനം എന്നാൽ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. ദൈവം തന്നെ തന്നെയും തൻ്റെ പദ്ധതിയും നമുക്ക് വെളിപ്പെടുത്തി തന്നു എന്ന് ബൈബിളിൽ നമുക്ക് മനസ്സിലാവും. വെളിപാടിനെ സംബന്ധിച്ച രണ്ടാം വത്തിക്കാൻ സുനഹദോസിൻ്റെ ആധികാരികമായ ഒരു രേഖയുണ്ട്. ദൈവെർബും, ദൈവത്തിൻ്റെ വചനം എന്നാണ് രേഖ അറിയപ്പെടുന്നത്. ആ രേഖയുടെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ പറഞ്ഞു വയ്ക്കും എന്താണ് വെളിപ്പെടുത്തൽ, എന്താണ് വെളിപ്പെടുത്തുന്നത്. ദൈവം തന്നെ തന്നെയും തൻ്റെ രക്ഷാകര പദ്ധതിയും മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കാൻ തിരുമനസ്സായി. അങ്ങനെ വെളിപ്പെടുത്തി കൊടുത്ത ആ രക്ഷാകര പദ്ധതിയെ സംബന്ധിച്ച് അത് വെളിപ്പെടുത്തലിൻ്റെ ഉള്ളടക്കമാണ്, വെളിപ്പെടുത്തലിൻ്റെ സംഗ്രഹമാണ് നമ്മൾ ബൈബിളിൽ കാണുക. ഇങ്ങനെ യോഹന്നാൻ തനിക്ക് ലഭിച്ച വെളിപാട് ഇവിടെ ഗ്രന്ഥരൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ വായിക്കാൻ പോകുന്ന വെളിപാട് പുസ്തകം ദൈവിക വെളിപാടാണ്. അതുകൊണ്ട് അതിനെ ആദരവോടെ സ്വീകരിക്കണം. ദൈവത്തിൻ്റെ വചനമാണ്, ദൈവമാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അപ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നു എങ്കിൽ ആദരവോടെ, വിശ്വാസത്തോടെ, വിനയത്തോടെ അത് സ്വീകരിക്കണം. ഇപ്പോൾ ദൈവവചനമാണ്. ദൈവവചനത്തിനും ഈ വചനം യേശുക്രിസ്തുവാണ് വെളിപ്പെടുത്തി തരുന്നത്. അപ്പോൾ വെളിപാട് സ്വീകരിക്കാനായിട്ട് ഹൃദയത്തെ തുറക്കണം. നമുക്കറിയാം എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്കുണ്ടായ അനുഭവം. യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം ജെറൂസലം വിട്ട് എമ്മാവുസിലേക്ക് പോയിരുന്നവരുടെ മുഖം മ്ലാനമായിരുന്നു, ഹൃദയം ദുഃഖപൂരിതമായിരുന്നു, സംശയങ്ങൾ നിറഞ്ഞതുമായിരുന്നു. അവർ പരസ്പരം തർക്കിച്ചും വാദിച്ചും കൊണ്ടുപോകുമ്പോഴാണ് അപരിചിതൻ എന്ന രീതിയിൽ യേശു അവരുടെ കൂടെ വരിക. എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ തർക്കിക്കുന്നത്, എന്താണ് നിങ്ങളിങ്ങനെ വിവാദത്തിലേർപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ നാളുകളിൽ ജെറൂസലത്ത് സംഭവിച്ചതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത അപരിചിതനാണോ നീ എന്നാണ് അവരുടെ മറുചോദ്യം. അവസാനം സംസാരമധ്യേ യേശുവിനെക്കുറിച്ച് അവർ പറഞ്ഞു. യേശു ആണെന്ന് അറിയാതെ തന്നെ യേശുവിനോട് അവർ സംഭാഷണത്തിൽ ഏർപ്പെട്ടു. വഴിമധ്യേ യേശു തനിക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബൈബിളിൽ നിന്ന് പഴയ നിയമം ഉദ്ധരിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ച് വിശദീകരിച്ചു കൊടുത്തു. അവസാനം പ്രവാചകന്മാരുടെ വചനങ്ങൾ ഗ്രഹിക്കാതിരുന്നതിൽ, മനസ്സിലാക്കാൻ, വിശ്വസിക്കാൻ മടിച്ചതിൽ അവരെ ശാസിക്കുകയും ചെയ്തു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിലേക്ക് യേശുവിനെ ക്ഷണിച്ചു. അവരൊരുമിച്ച് കയറി ഭക്ഷണം കഴിക്കാനായി അപ്പം മുറിക്കാൻ തുടങ്ങുമ്പോൾ, അപ്പം മുറിക്കുമ്പോൾ അവരുടെ കണ്ണു തുറന്നു. അപ്പോഴാണ് അവർ മനസ്സിലാക്കുക, അവൻ ദൈവത്തിൻ്റെ വചനം നമുക്ക് വ്യാഖ്യാനിച്ചു തന്നപ്പോൾ, വഴിയിൽ വെച്ച് നമ്മളോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ. ആ ഹൃദയം ജ്വലിക്കുന്ന അനുഭവം അപ്പോസ്തലന്മാർ പിന്നീടാണ് അനുസ്മരിച്ചത്. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഹൃദയം ഒരുങ്ങണം. ആ വചനം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ ഹൃദയം സ്നേഹത്താൽ ജ്വലിക്കും. ഇതാണ് ദൈവത്തിൻ്റെ വചനത്തിന് യോഹന്നാൻ സാക്ഷ്യം നൽകുന്നതിൻ്റെ മുഖ്യമായ ഉദ്ദേശം. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച ദൈവിക പദ്ധതി മനസ്സിലാക്കാനാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഈ ഗ്രന്ഥം രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെളിപാടിനും താൻ കണ്ട സകലതിനും അവൻ സാക്ഷ്യം നൽകി. സാക്ഷ്യം എന്നതിന് പുറമെ മൂന്നാമതൊരു സാഹിത്യരൂപത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവനും കേൾക്കുന്നവരും, POCയുടെ പഴയ എഡിഷനിൽ വായിക്കുന്നവരും എന്നാണ്, ഒരു ബഹുവചനമായിട്ടാണ് കൊടുക്കുക. അത് തെറ്റാണ്. വായിക്കുന്നവനും എന്നാണ് പറയേണ്ടത്. ഇവിടെ ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവനും കേൾക്കുന്നവരും, ഇതിലെഴുതപ്പെട്ടിരിക്കുന്നവ പാലിക്കുന്നവരും അനുഗ്രഹീതർ. ഒരാൾ വായിക്കുന്നു, എല്ലാവരും കേൾക്കുന്നു എന്നതാണ് സൂചന. അന്ന് എഴുതുന്ന കാലത്ത് എല്ലാവർക്കും എഴുത്തോ വായനയോ അറിയില്ല. ഇന്നത്തേതുപോലെ ഗ്രന്ഥങ്ങൾ സുലഭമായിരുന്നില്ല. പ്രിൻറ്റിംഗ് ടെക്നോളജി കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ എഴുതുന്ന കൈയെഴുത്ത് പ്രതികൾ വളരെ ചുരുക്കമായിരിക്കും. ആ കൈയെഴുത്ത് പ്രതി ഒരു സ്ഥലത്ത് വായിച്ചതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് കൊടുത്തുവിടുകയാണ്. ഒരു സഭയിൽ വായിച്ചു, അതിനുശേഷം അടുത്ത സഭയിലേക്ക്. ഓരോ സഭയും ഞാൻ നിങ്ങൾക്ക് എഴുതിയ ലേഖനം കൊളോസോസിലെ സഭയ്ക്ക് കൊണ്ട് വായിക്കണം, കൊളോസോസുകാർക്ക് എഴുതിയത് വേറൊരു സഭയിൽ വായിക്കണം. ഇങ്ങനെ ഒരു സ്ഥലത്ത് വായിക്കുകയും അടുത്ത സ്ഥലത്തേക്ക് കൊടുത്തുവിടുകയും ചെയ്യുന്നു. പൊതുസമ്മേളനത്തിൽ വെച്ച് പൊതുവായി ഒരാൾ വായിക്കുന്നു. ഇതുകൊണ്ടാണ് വായിക്കുന്നവനും എന്ന് പറയുക. ഇന്നും കത്തോലിക്ക സഭയിലെ പള്ളികളിൽ മെത്രാന്മാരുടെ ലേഖനങ്ങൾ, മാർപ്പാപ്പാന്റെ ചാക്രിക ലേഖനങ്ങൾ ഒക്കെ വായിക്കാറുണ്ട്. ഒരാൾ പൊതുവായി വായിക്കുന്നു, എല്ലാവരും കേൾക്കുന്നു. അപ്പോൾ വായിക്കുന്നവനും കേൾക്കുന്നവരും, ഇത് രണ്ടു മാത്രം പോരാ. വായിക്കുകയും കേൾക്കുകയും ചെയ്താൽ മാത്രം പോരാ. ഇവയിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. യേശുവിൻ്റെ പ്രസംഗം കേട്ട് സന്തോഷപൂർണമായ, വലിയ സന്തോഷമുണ്ടായ ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. അത്രയും സന്തോഷമായ അമ്മച്ചിക്ക്. അപ്പോൾ യേശു പറയുകയാണ്, ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ കൂടുതൽ ഭാഗ്യമുള്ളവർ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേട്ടാൽ മാത്രം പോരാ, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കണം. അത് കേൾക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നവർ. യാക്കോബ് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണും, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ. ദൈവത്തിൻ്റെ വചനം കേട്ടാൽ മാത്രം പോരാ,
വചനം അനുസരിച്ച് ജീവിക്കണം. അപ്പോഴത് കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നു, പാലിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അനുഗ്രഹീതർ. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണിത്, അനുഗ്രഹീതർ. അഷ്ടഭാഗ്യങ്ങൾ എന്ന് പറഞ്ഞ ഒരു സുവിശേഷ ഭാഗമുണ്ട്. മലയിലെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ മത്തായി സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 8 ഭാഗ്യങ്ങളല്ല, 9 ഉണ്ട് അവിടെ. സുവിശേഷ ഭാഗ്യങ്ങൾ എന്ന് പറയും. അതിന് സമാന്തരമായി ലൂക്കാ എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ 4 ഭാഗ്യങ്ങളാണ് സുവിശേഷ ഭാഗ്യങ്ങൾ. ഭാഗ്യവാൻ 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 എന്ന് ആവർത്തിച്ച് പറയും. അതാണ് ഇവിടെ അനുഗ്രഹീതൻ, മക്കാരിയോയ് എന്നാണ് പറയുക. ഇതിൻ്റെ അർത്ഥം എത്രയോ സന്തോഷപ്രദം, നിങ്ങളുടെ അവസ്ഥ എത്രയോ അനുഗ്രഹീതം, എത്രയോ സന്തോഷപ്രദം. നിങ്ങൾ ഭാഗ്യവാന്മാർ, ലോട്ടറി അടിച്ച ഭാഗ്യമല്ല. കാരണം എന്താണ് ഈ ഭാഗ്യത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം? ഇവിടെ വചനം കേൾക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നവർ പ്രത്യേകമായ ദൈവകൃപ ലഭിച്ചവരാണ്, അനുഗ്രഹീതർ. സുവിശേഷങ്ങളിലെ സുവിശേഷ ഭാഗ്യങ്ങൾക്ക് സമാന്തരമായി വെളിപാട് പുസ്തകത്തിൽ 7 തവണ ഈ അനുഗ്രഹീതർ എന്ന പദം ആവർത്തിക്കുന്നത് കാണും. നമ്മൾ ഓരോന്നും വിശദമായി പഠിക്കുന്നതാണ്. ആദ്യം ഏതാണ് ഈ വാക്യങ്ങളെന്ന് എടുത്തു കാണിക്കുന്നു എന്ന് മാത്രം. ഓരോ ഭാഗവും പഠിക്കുന്ന സമയത്ത് അത് വിശദമായി അപഗ്രഥിക്കുന്നതായിരിക്കും. ആദ്യത്തെ ഈ ഭാഗ്യം 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലാണ്. പിന്നീട് 14-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിലും, 16-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലും, 19-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലും, 20:6, 22-ാം അധ്യായം 7, 14 എന്നീ വാക്യങ്ങളിലും അനുഗ്രഹീതർ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കും. അപ്പോൾ ദൈവം നൽകുന്ന വലിയ കൃപയുടെ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണിവർ. ആര്? ഈ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ. ഈ ഭാഗ്യത്തിലേക്കാണ് നമ്മളും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. അനുഗ്രഹീതർ തുടർന്ന് പറയും, എന്തെന്നാൽ സമയം അടുത്തെത്തിയിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ സമയത്തെക്കുറിച്ച് പരാമർശമുണ്ട്, വെളിപാട് പുസ്തകത്തിലും സമയത്തെക്കുറിച്ച് പരാമർശമുണ്ട്. പക്ഷേ രണ്ടും 2 തരത്തിലാണ് എന്നോർക്കുക. യോഹന്നാൻ്റെ പുസ്തകത്തിൽ സമയം എന്ന് POC ബൈബിൾ വിവർത്തനം ചെയ്യുന്നത് ഹോര എന്ന ഗ്രീക്ക് പദമാണ് പൊതുവെ. അത് കർത്താവിൻ്റെ മണിക്കൂർ എന്നാണ് വിവർത്തനം ചെയ്യേണ്ടത്. പക്ഷേ അതൊരെന്തോ അസ്വാരസ്യമുള്ളതുകൊണ്ടായിരിക്കാം അവൻ്റെ മണിക്കൂർ ഇനിയുമായിട്ടില്ല, അവൻ്റെ മണിക്കൂർ എന്ന് പറയുക. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ യേശുവിൻ്റെ സമയം അഥവാ മണിക്കൂർ മരണം വഴി ഉണ്ടാകുന്ന മഹത്വീകരണത്തെയാണ് സൂചിപ്പിക്കുക. അവൻ്റെ സമയം ഇനിയുമായിട്ടില്ലായിരുന്നു, അതുകൊണ്ട് അവനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. അവനെ എറിയാൻ കല്ലുകളെടുത്തു, പക്ഷേ അവൻ്റെ സമയം ഇനിയുമായിട്ടില്ലാത്തതുകൊണ്ട് അവനെ അവർ കൊല്ലാൻ സാധിച്ചില്ല. അവനെ ബന്ധിക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷേ സമയം ഇനിയുമായിട്ടില്ല. അങ്ങനെ സമയം സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് 2-ാം ഭാഗത്തേക്ക് വരുമ്പോഴേക്കും ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പേ അവൻ അറിഞ്ഞു. യോഹന്നാൻ 13:1 പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ സുവിശേഷം 13-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ സമയമായി, 17-ാമത്തെ അധ്യായത്തിൽ പറയും പിതാവെ സമയമായി, പിതാവ് മഹത്വപ്പെടാനുള്ള സമയമായി, പിതാവെ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവിടുത്തെ പുത്രനെ മഹത്വപ്പെടുത്തിയാലും. ഇപ്പോഴേ യേശുവിൻ്റെ മഹത്വീകരണത്തിൻ്റെ സമയത്തെ ആണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ സമയം അഥവാ ഹോര എന്ന പദം കൊണ്ട് അർത്ഥമാക്കുക. പക്ഷേ വെളിപാട് പുസ്തകത്തിൽ വരുന്ന സമയം മറ്റൊന്നാണ്. വെളിപാട് പുസ്തകത്തിൽ യേശുവിൻ്റെ സ്വർഗാരോഹണമോ അല്ലെങ്കിൽ മരണമോ വഴി ഉണ്ടാകുന്ന മഹത്വീകരണമല്ല, ലോക അവസാനത്തിൻ്റെ സമയമാണ് ഇവിടെ പറയുക. ഇതിനുപയോഗിക്കുന്ന പദം ഹോര എന്നല്ല, ഖൈരോസ് എന്ന പദമാണ്. നമുക്ക് പൊതുവെ പരിചയമുള്ള പദമാണ് ഖൈരോസ്. ഖൈരോസ് എന്നാൽ നിർണായകമായ സമയം, അപ്പോയിൻറ്റഡ് ടൈം എന്നൊക്കെ പറയാറുണ്ട്. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയമാണ്. ദൈവം ചരിത്രത്തിൽ നിർണായകമായി ഇടപെടുന്ന സമയം. ദൈവമാണ് നിശ്ചയിക്കുക എപ്പോഴാണ് ഈ സമയമാകുന്നത്. ഈ സമയം ഇവിടെ യോഹന്നാൻ സുവിശേഷത്തിൽ ലോക അവസാനത്തിന് സമയമാണ്, അഥവാ ഈ രക്ഷാചരിത്രം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്ന ചരിത്ര പരിസമാപ്തിയുടെ സമയം. ചരിത്രം അവസാനിക്കുകയും ചരിത്രത്തിന് അതീതമായ യുഗാന്തം ആരംഭിക്കുകയും ചെയ്യുന്ന ആ സമയത്തെയാണ് യോഹന്നാൻ കൈറോസ് എന്ന് വിശേഷിപ്പിക്കുക. ഇത് വെളിപാട് പുസ്തകത്തിൽ വീണ്ടും 3 തവണ കൂടി ആവർത്തിക്കുന്നുണ്ട്. 11-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിലും, 12-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിലും, 22-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിലും കൈറോസ് എന്ന പദം വീണ്ടും വരുന്നുണ്ട്. ഇപ്പോഴേ സമയം ലോകാവസാനത്തിൻ്റെ സമയം, ലോകം അവസാനിക്കുന്നതിനേക്കാൾ പുതുയുഗത്തിൻ്റെ പിറവിയുടെ സമയം ആസന്നമായിരിക്കുന്നു. ദൈവം ചരിത്രത്തിൽ നിർണായകമായി ഇടപെട്ട് തിന്മകൾ കരുതി വരുത്തുകയും ദൈവരാജ്യം ഇവിടെ യാഥാർത്ഥ്യമാക്കുകയും ഈ ലോകത്തെ തന്നെ നവീകരിക്കുകയും ചെയ്യുന്ന സമയം അടുത്തെത്തിയിരിക്കുന്നു. ആസന്ന ഭാവിയിൽ സംഭവിക്കേണ്ടവ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് അടുത്തെത്തിയിരിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് ഈ പ്രാരംഭം അവസാനിക്കുന്നത്. ഇതുകൊണ്ട് വളരെ വ്യക്തമായ ഒരു സൂചന യോഹന്നാൻ നൽകുന്നുണ്ട്. നേരത്തെ സൂചിപ്പിക്കുന്നുണ്ടായി പുസ്തകത്തിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, റോമാ സാമ്രാജ്യത്തിൽ അതികഠിനമായ മതപീഡനത്തിന് ഇരയാകുന്ന ക്രിസ്ത്യാനികളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പുസ്തകം രചിച്ചത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിരുന്നു.
ഡൊമീഷ്യൻ്റെ മതപീഡന കാലത്ത് അനേകം പേര് ജീവൻ നഷ്ടപ്പെടുത്തുകയും പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കയിലാവുകയും ചെയ്യുന്നൊരു സാഹചര്യം. കുറേ പേരെങ്കിലും മതപീഡനം രൂക്ഷമാണെന്നും യേശു ക്രിസ്തു മടങ്ങി വന്നിട്ടില്ല, ഇനി വരികയില്ല എന്നും വിചാരിച്ച് വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറായൊരു സാഹചര്യം. വിശ്വാസത്യാഗത്തിലേക്ക്, അപ്പോസ്റ്റസിയിലേക്ക് നീങ്ങിയ ഒരു കാലഘട്ടം. ഇപ്പോൾ കർത്താവിന് മടങ്ങി വന്നിട്ടില്ല, എപ്പോഴാണ് ഈ യുഗത്തിൻ്റെ അവസാനം ഉണ്ടാവുക, എപ്പോഴാണ് ഈ പീഡനത്തിനൊരു അവസാനം ഉണ്ടാവുക എന്ന ചോദിക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കുന്ന വ്യക്തമായ ഒരു മറുപടിയാണ് ഈ പുസ്തകത്തിലുള്ളത്. അത് ഡൊമീഷ്യൻ്റെ കാലത്തെ മതപീഡനത്തിന് മാത്രമല്ല, ഇന്ന് ജീവിക്കുന്ന നമുക്കും പ്രസക്തമാണ്. ഇതാ സമയം അടുത്തെത്തിയിരിക്കുന്നു. ദൈവം രക്ഷ നൽകുന്ന സമയം അടുത്തെത്തിയിരിക്കുന്നു. ഈ ചരിത്രം, തിന്മയുടെ കറപുരണ്ട ഈ ചരിത്രത്തിന് അറുതി വരുത്തിക്കൊണ്ട് ഒരു പുതിയ ചരിത്രം ദൈവം ആരംഭിക്കുന്ന സമയം അടുത്തെത്തിയിരിക്കുന്നു. അതുകൊണ്ട് വിശ്വാസത്തോടെ തല ഉയർത്തി നിൽക്കുക. ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ആമുഖത്തിന് ശേഷമാണ് അഭിവാദനം കൊടുക്കുന്നത്. യോഹന്നാൻ ഏഷ്യയിലുള്ള 7 സഭകൾക്ക് എഴുതുന്നത്. സുവിശേഷ ഗ്രന്ഥകാരനായ യോഹന്നാൻ സെബദിയുടെ പുത്രനും യാക്കോബിൻ്റെ സഹോദരനുമായ യോഹന്നാനാണെന്ന് പൊതുവേ കരുതപ്പെടുന്നു. തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ വിശദാംശങ്ങളിലേക്കോ തർക്കങ്ങളിലേക്കോ കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പൊതുവേ ഇവിടെ യോഹന്നാൻ എന്ന് പറയുമ്പോൾ എഫേസൂസിലെ സഭയുടെ തലവനായിരുന്ന, അറസ്റ്റ് ചെയ്യപ്പെട്ട, ബാത്മോസിലേക്ക് നാടുകടത്തപ്പെട്ട യേശുവിൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാൻ തന്നെയാണ് ഇതെന്ന് ഊഹിക്കാൻ മതിയായ ന്യായമുണ്ട്. അല്ല എന്ന് പറയുന്ന കാരണങ്ങളുണ്ടെങ്കിലും യോഹന്നാനെ അപ്പസ്തോലനായ യോഹന്നാനായിട്ട് തന്നെയാണ് പൊതുവെ കണക്കാക്കുക. യോഹന്നാൻ ഏഷ്യയിലുള്ള 7 സഭകൾക്ക് എഴുതുന്നത്. ഏഷ്യയിലുള്ള 7 സഭ, ഏഷ്യ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്ന അന്നത്തെ റോമൻ പ്രവിശ്യയായ ഇന്ന് ഏഷ്യ മൈനർ എന്ന് അറിയപ്പെടുന്ന ടർക്കിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു പ്രദേശമാണ്. അതിന് തലസ്ഥാനമായിരുന്നു എഫേസു. പ്രധാനപ്പെട്ട പല പട്ടണങ്ങളുമുണ്ട്. ആ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലെല്ലാം ക്രൈസ്തവ സഭകളുണ്ടായിരുന്നു. ഏഷ്യയിലെ എഫേസൂസിലെ സഭയ്ക്ക് തുടക്കം കുറിച്ചത് പൗലോസാണ്. ആ സഭയ്ക്കാണ് പിന്നീട് ആദ്യത്തെ ലേഖനം വരുന്നത്. പൗലോസ് തുടക്കം കുറിച്ച സഭയിൽ പിന്നീട് യോഹന്നാൻ കടന്നു വരികയും പൗലോസിൻ്റെ കാലത്തിനു ശേഷം യോഹന്നാൻ ആ സഭയുടെ തലവനായി തീരുകയും ചെയ്തു എന്നാണ് പാരമ്പര്യം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാവും എഫേസൂസ് കേന്ദ്രമാക്കിയിട്ടുള്ള 7 സഭകളെ ഒരുമിച്ച് മുന്നിൽ കണ്ടുകൊണ്ട് ലേഖനങ്ങൾ എഴുതാനായിട്ട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇത് ചരിത്ര വസ്തുതയാകാം. ഏഷ്യയിലെ 7 സഭകൾക്ക് എഴുതുന്നത് എന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ഇത് വായിക്കുന്നതെന്ന് ചോദിക്കാം. ഏഷ്യയിലെ 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഏഷ്യ മൈനറിലെ 7 സഭകൾക്ക് എഴുതിയ ലേഖനമാണെങ്കിൽ ഇന്ന് എനിക്കെന്ത് പ്രസക്തിയുണ്ട്? ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് എപ്പോഴും. അതൊരു പ്രത്യേക കാലഘട്ടത്തിലാണ് രൂപപ്പെട്ടത്, അറിയപ്പെട്ടത്, എഴുതപ്പെട്ടത്. പക്ഷേ ആ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങൾ കാലത്തിന്, ചരിത്രത്തിന് അതീതമായി നിൽക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് കാലഭേദങ്ങളില്ല. അതിന് ഭൂതവുമില്ല, ഭാവിയുമില്ല, വർത്തമാനം മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ വചനം എന്നും പ്രസക്തമാണ്, അത് സനാതനമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഗ്രന്ഥം, ഈ ലേഖനങ്ങൾ നമുക്കും പ്രസക്തമാണ്. അതുകൊണ്ട് അന്നുണ്ടായിരുന്ന ആളുകളുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നതോടൊപ്പം ഇന്നുണ്ടായിരുന്ന നമ്മുടെ അവസ്ഥയും കൂടി നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ നമുക്ക് വേണ്ടിയാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്, നമുക്ക് വേണ്ടിയാണ് ഇത് കാത്തു സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഏഷ്യയിലെ 7 സഭകളോട് പറയുന്ന കാര്യങ്ങൾ എന്നോടും നിങ്ങളോടും പറയുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് യോഹന്നാനിലൂടെ പറയുന്നത്, എഴുതുന്നത് ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു തന്നെയാണെന്ന ബോധ്യത്തോടു കൂടി നമ്മളിത് വായിക്കാൻ തയ്യാറാകണം. യോഹന്നാൻ ഏഷ്യയിലെ 7 സഭകൾക്ക് എഴുതുന്നത്. ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും അവൻ്റെ സിംഹാസന സന്നിധിയിലെ സപ്ത ആത്മാക്കളിൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദിജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. ഇവിടെ മറ്റൊരു സാഹിത്യരൂപം പ്രത്യക്ഷപ്പെടുകയാണ്. നമ്മൾ വെളിപാട് എന്ന് പറഞ്ഞു, പ്രവചനമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഒരു ഇടയലേഖനത്തിൻ്റെ ശൈലിയാണ്. അഭിവാദനത്തോടുകൂടി ആരംഭിക്കുന്നു. ആർക്കാണ് എഴുതുന്നത്, ആരാണ് എഴുതുന്നത്, എന്താണ് എഴുത്തിൻ്റെ ലക്ഷ്യം, ഇതൊക്കെ പറയുമ്പോൾ ഇതൊരു ഇടയലേഖനത്തിൻ്റെ ശൈലിയിലാണ് അവതരിപ്പിക്കുക. അപ്പോൾ ഇതൊരു വെളിപാട് പുസ്തകമാണ്, ഒരു പ്രവചന ഗ്രന്ഥമാണ്, അതേസമയം ഇതൊരു ഇടയലേഖനവുമാണ്. ആ ഇടയലേഖനം എഴുതുന്നത് യോഹന്നാനാണ്. യേശു ക്രിസ്തു പറഞ്ഞിട്ടാണ് എഴുതുക. തുടക്കത്തിലെ ദൈവത്തെക്കുറിച്ചൊരു പരാമർശമുണ്ട്. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഏറ്റവും വ്യക്തമായി എടുത്തു കാണിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും ശക്തമായി എടുത്തു കാണിക്കുന്ന ഗ്രന്ഥമാണ് വെളിപാട് പുസ്തകം. പക്ഷേ ദൈവത്തെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും പിതാവിൻ്റെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ഒക്കെ പറയുന്നത് വെളിപാട് ഗ്രന്ഥകാരൻ്റെ തനതായ ശൈലിയിലാണെന്ന് ഓർക്കുക. ഇപ്പോൾ പിതാവായ ദൈവത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും. ആയിരിക്കുന്നവൻ ഇപ്പോഴുള്ളവനാണ്, ആയിരുന്നവൻ ഇന്നലെ ഉണ്ടായിരുന്നവനാണ്, വരാനിരിക്കുന്നവൻ നാളെയുള്ളവനാണ്. ഇതൊരു വിശദീകരണമാണ്.
ഇന്നലെ ഉണ്ടായിരുന്നവനും നാളെ ഉണ്ടായിരിക്കുന്നവനും ഇന്നുണ്ടായിരിക്കുന്നവനും ആയ ദൈവം എന്ന് പറഞ്ഞാൽ നിത്യനായ ദൈവം, ഇന്നലെയും ഇന്നുമില്ലാത്ത എന്നും ഇന്നായിരിക്കുന്ന നിത്യനായ ഇറ്റേണൽ ഗാഡ്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് പറയാൻ, ദൈവം നിത്യനാണ്. അവന് ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം ഒന്നു തന്നെയാണ്. അവൻ എന്നും ഉണ്ടായിരുന്നു. ദൈവമില്ലാത്തൊരു കാലമുണ്ടായിരുന്നില്ല, ദൈവമില്ലാത്തൊരു കാലം ഉണ്ടാവുകയുമില്ല. എന്നും ഉണ്ടായിരുന്നവനും എന്നും ഉണ്ടായിരിക്കുന്നവനും ഇന്നുള്ളവനുമായ ദൈവം, അതാണ് പിതാവായ ദൈവം. അവനാണ് എല്ലാറ്റിൻ്റെയും ഉറവിടം. അവനിൽ നിന്നാണ് എല്ലാം പുറപ്പെടുന്നത്. എല്ലാം അവനിലൂടെ ഉണ്ടായി. പക്ഷേ അവൻ എന്നും അസ്തിത്വം ഉണ്ടായിരുന്നു, ഒരിക്കലും അവസാനിക്കുകയുമില്ല. അപ്പോൾ പിതാവായ ദൈവത്തെക്കുറിച്ച് നിത്യനായ ദൈവം എന്ന് പറഞ്ഞു. രണ്ടാമത്തേത്, അവൻ്റെ സിംഹാസന സന്നിധിയിലെ സപ്ത ആത്മാക്കൾ. സപ്തം ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ 7 ആത്മാക്കളാണ്. 7 ആത്മാക്കൾ ആത്മാവിൻ്റെ പൂർണ്ണതയാണ്. ഈ 7 ആത്മാക്കളെക്കുറിച്ച് വീണ്ടും 4-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയും: സിംഹാസനത്തിൽ നിന്ന് മിന്നൽ പിണരുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളും പുറപ്പെടുന്നു. സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിക്കുന്ന 7 തീപ്പന്തങ്ങൾ. സിംഹാസനത്തിൽ ജ്വലിക്കുന്ന 7 തീപ്പന്തങ്ങൾ, ഇവ ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ്. അതുപോലെ തന്നെ 5-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ വീണ്ടും ഈ പരാമർശമുണ്ട്. അവന് 7 കൊമ്പുകളും 7 കണ്ണുകളുമുണ്ട്. ഈ കണ്ണുകൾ ലോകമെമ്പാടും അയക്കപ്പെട്ട ദൈവത്തിൻ്റെ ആത്മാക്കളാണ്. സപ്താത്മാക്കൾ എന്നത് ആത്മാവിൻ്റെ പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു, ദൈവാത്മാവിനെക്കുറിച്ച്. അപ്പോൾ എന്നും ഉണ്ടായിരിക്കുന്ന നിത്യനായ ദൈവം, ആത്മാവിൻ്റെ പൂർണ്ണതയായ പരിശുദ്ധാത്മാവ്. മൂന്നാമത്തേത് യേശു ക്രിസ്തുവിനെക്കുറിച്ചാണ് പറയുക. അത് നമ്മൾ നാളെ അടുത്ത തവണ പഠന വിഷയമാക്കുന്നതാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആമുഖം അവസാനിപ്പിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, എന്നും ഉണ്ടായിരിക്കുന്നവനും എന്നും ഉണ്ടായിരുന്നവനും ഇന്നുള്ളവനുമായ, എല്ലാറ്റിൻ്റെയും ആദികാരണവും ഉറവിടവുമായ, എല്ലാറ്റിൻ്റെയും ലക്ഷ്യമായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന വെളിപാടിൻ്റെ സന്ദേശം ഗ്രഹിക്കാനായി ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. സ്വീകരിക്കുന്ന വചനം ഹൃദയത്തിൽ ഫലം പുറപ്പെടുവിക്കാനായി ഞങ്ങളോട് ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, കടന്നു വന്ന് അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.